നമസ്കാരം, ടി ന്യൂസിലേക്ക് സ്വാഗതം. മാതാപിതാക്കളെ പറ്റിച്ച് സ്വന്തം മകനെന്ന് പറഞ്ഞ് കയറിക്കൂടുന്ന വിരുദ്ധനെ പോലീസ് പിടികൂടി. UP പോലീസാണ് ഇന്ദ്രരാജ് റാവത്ത് എന്നയാളെ പിടികൂടുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് മകൻ നഷ്ടപ്പെട്ട മാതാപിതാക്കളോടാണ് സ്വന്തം മകനെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇയാൾ വീടുകളിൽ കടന്നുകയറുന്നത്. പലതും കെട്ടിച്ചമച്ച് അവരുടെ വിശ്വാസങ്ങൾ നേടിയെടുക്കും. അവസാനം അവരുടെ വിശ്വസ്തനായി കഴിയുമ്പോൾ അവിടെ നിന്ന് പണവുമായി മുങ്ങുകയാണ് ഇയാളുടെ പതിവ്. ഇത്തരത്തിൽ 6 സംസ്ഥാനങ്ങളിലെ 9 കുടുംബങ്ങളെയാണ് ഇയാൾ പറ്റിച്ചത്. ഡൽഹി, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന എന്നീ സ്ഥലങ്ങളിലെ കുടുംബങ്ങളെയാണ് ഇയാൾ വഞ്ചിച്ചിരിക്കുന്നത്. അടുത്തിടെയാണ് 30 വർഷം മുമ്പ് 6ാം വയസ്സിൽ തട്ടിക്കൊണ്ടുപോയ കുട്ടി ഗാസിയാബാദിലെ കുടുംബവുമായി ഒത്തുചേർന്ന വിവരം വാർത്തകളിൽ ഇടം നേടുന്നത്. പിന്നീട് ബന്ധുക്കൾക്ക് ഇയാളിൽ സംശയം തോന്നുകയും DNA പരിശോധന നടത്തുകയും ചെയ്തു. അതോടെയാണ് കള്ളി വെളിച്ചത്താവുന്നത്. കുട്ടിക്കാലത്ത് സ്കൂൾ വിട്ടു വരുമ്പോൾ തട്ടിക്കൊണ്ടുപോയ കുട്ടിയെന്ന് പറഞ്ഞാണ് ഇയാൾ നവംബർ 24-ന് ഗാസിയാബാദിലെ ഘോഡ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. കൂടാതെ ഇടയനായി ജയ്സാൽമീറിൽ അടിമപ്പണി ചെയ്തു വരികയായിരുന്നു എന്നും ഇയാൾ വ്യക്തമാക്കി. ഇങ്ങനെ തന്നെയാണ് ഇയാൾ 9 കുടുംബങ്ങളെയും പറ്റിച്ചത്. വീട്ടുകാരുടെ സ്നേഹവും വിശ്വാസവും പിടിച്ചുപറ്റിയ ശേഷമാണ് ഇയാൾ അവിടെ നിന്നും പണം മോഷ്ടിച്ച് കടന്നു കളയുന്നത്. രാജസ്ഥാനിലെ ഒരു കുടുംബത്തോടൊപ്പം അകന്ന ബന്ധുവാണെന്ന് പറഞ്ഞ് താമസിച്ച ശേഷം അവിടെ നിന്ന് പണം മോഷ്ടിച്ച് കടന്നു കളയാൻ ശ്രമിക്കുമ്പോൾ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയെങ്കിലും വീണ്ടും കബളിപ്പിക്കൽ തുടരുകയായിരുന്നു. കാണാതായ മകൻ പങ്കജ് എന്ന് പറഞ്ഞാണ് 2023 രാജസ്ഥാനിൽ സിക്കാറിൽ ഒരു കുടുംബത്തിനോടൊപ്പം ഇയാൾ താമസിച്ചത്. പിന്നീട് ഡെഹ്റാഡൂണിലേക്ക് കടന്ന ഇയാൾ മോനു എന്ന പേരിലാണ് അവിടെ താമസിച്ചത്. 4 മാസമാണ് ഇയാൾ അവിടെ കഴിഞ്ഞത്. തുടർന്ന് രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന എന്നീ സ്ഥലങ്ങളിലെ കുടുംബങ്ങളെയും ഇയാൾ പറ്റിച്ചിരുന്നു. 2005-ൽ റാവത്തിന്റെ കുടുംബം ഇയാളെ ഉപേക്ഷിച്ചിരുന്നു. ഇയാൾ മോഷ്ടാവാണെന്ന് അറിഞ്ഞതിനെ തുടർന്നായിരുന്നു ഇത്.